30 ദേവതകളും വന്ന് ശ്രീ ഗുരുവായൂരപ്പനെ പൂജിക്കുന്നു. അങ്ങനെ അവരുടെ പൂജ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഭഗവാൻ നട തുറക്കുന്ന സമയത്ത് വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ഐശ്വര്യം, ഭഗവാന്റെ ശ്രേയസ് എല്ലാം നൽകുന്നു. ഭഗവാൻ വാരി വാരി കൊടുക്കുന്നു അവർക്ക്. ഭൂലോക വൈകുണ്ഠമാകുന്ന ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ പൂജാക്രമീകരണങ്ങൾ എന്താണ് എന്നാണ് ഇപ്പോൾ ചോദിച്ചത്. അപ്പോൾ ബ്രാഹ്മമുഹൂർത്തത്തിൽ സുമാർ 2:30 മണിക്ക് ശ്രീ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി രുദ്രതീർത്ഥക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ദേഹശുദ്ധ്യാദികൾ വരുത്തി ശ്രീകോവിലിലേക്ക് പ്രവേശിക്കുന്നു. ക്ഷേത്ര നാഴികമണി 3 അടിക്കുമ്പോൾ മേൽശാന്തി ശ്രീകോവിൽ നട തുറക്കുകയും ഭക്തജനങ്ങളെല്ലാം ആ ഗോപുരവാതിൽ തുറന്ന് ഭഗവാന്റെ അടുത്തേക്ക് ഭഗവാനെ കാണുവാനായി, ഭഗവാന്റെ അനുഗ്രഹം നേടുവാനായി ഓടിയെത്തുന്നു. എല്ലാ ഭക്തന്മാരും നാരായണനാമം ചൊല്ലി ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരും. ഞാനാണ് ആദ്യമെത്തുന്നത് എന്നുള്ള ഒരു ത്വരയോട് കൂടിയിട്ടാണ് ഭക്തന്മാരെല്ലാം എത്തുന്നത്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ശ്രീലകത്തേക്ക് കടന്ന് ഗർഭഗൃഹത്തിലെത്തി അവിടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ദേഹശുദ്ധി വരുത്തി ആത്മാരാധന ചെയ്ത് ശംഖുപൂരണം നടത്തുന്നു. ഈ സമയത്തൊക്കെ ഭക്തജനങ്ങൾക്ക് ദർശനം, ഭഗവാന്റെ നിർമ്മാല്യ ദർശനം കാണാനുള്ള അവസരമാണ്. 3:10 കൂടി ഈ ശംഖുപൂരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യം വരും. ഈ 10 മിനിറ്റോളം വേണം ദേഹശുദ്ധി, ശംഖുപൂരണം, ആത്മാരാധന എല്ലാം നടത്താൻ. ആ 10 മിനിറ്റാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യ ദർശനം. തലേ ദിവസം ഉച്ചയ്ക്ക് അലങ്കരിച്ച അതേ രൂപത്തിൽ ശ്രീ ഗുരുവായൂരപ്പനെ കാണുന്നു. നിർമ്മാല്യ ദർശനത്തിനുള്ള ഒരു പ്രത്യേകത കൂടി എന്താണെന്ന് വെച്ചാൽ, തലേ ദിവസം രാത്രി തൃപ്പുക കഴിഞ്ഞ് കീഴ്ശാന്തി നമ്പൂതിരി നട അടച്ച് പോയി കഴിഞ്ഞാൽ ശ്രീകോവിലിൽ വന്ന് 30 ദേവതകളും വന്ന് ശ്രീ ഗുരുവായൂരപ്പനെ പൂജിക്കുന്നു. അങ്ങനെ അവരുടെ പൂജ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഭഗവാൻ നട തുറക്കുന്ന സമയത്ത് വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ഐശ്വര്യം, ഭഗവാന്റെ ശ്രേയസ് എല്ലാം നൽകുന്നു. ഭഗവാൻ വാരി വാരി കൊടുക്കുന്നു അവർക്ക്. ആ 3:10 നിർമ്മാല്യ ദർശനം നടത്തുന്ന എല്ലാ ഭക്തന്മാർക്കും ശ്രീ ഗുരുവായൂരപ്പൻ കനിഞ്ഞ് അനുഗ്രഹിക്കുന്നു എന്നാണ്. അതാണ് ഈ നിർമ്മാല്യ ദർശനത്തിന് ഒരു പ്രത്യേകത കൂടി പറയുന്നത്. എല്ലാ ഭക്തന്മാരും നിർമ്മാല്യ ദർശനം വന്ന് കാണുവാൻ ശ്രദ്ധിക്കുക. തലേ ദിവസം തന്നെ നിർമ്മാല്യ ദർശനത്തിന് ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം വേറൊരു ചെറിയൊരു സംവിധാനം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2:15 ആയാൽ സ്പെഷ്യൽ ദർശനത്തിനുള്ള ടിക്കറ്റ് കൗണ്ടർ തുറക്കുകയും 1000 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ, നെയ്വിളക്ക് ചീട്ടാക്കി കഴിഞ്ഞാൽ ആ ഭക്തജനങ്ങൾക്ക് കുറച്ചൊരു മുൻഗണന നൽകി ഭഗവാന്റെ നിർമ്മാല്യ ദർശനം നടത്തുവാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട്. അതും നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. 3:10 കൂടി ഭഗവാന്റെ അലങ്കാരം മുഴുവൻ, ആ കളഭം മുഴുവൻ, ഭഗവാന്റെ മാലകളെല്ലാം മാറ്റി ഭഗവാനെ എണ്ണ അഭിഷേകം ചെയ്യുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ്റെ എണ്ണ അഭിഷേകം ചെയ്യുന്നത് കാണുന്നത് അത്യുത്തമമാണ്. ശ്രീ ഗുരുവായൂരപ്പനുള്ള ഈ അഭിഷേകത്തിനുള്ള എണ്ണ കൊടുക്കുവാനായി പ്രത്യേക അവകാശിയുണ്ട്. ആ അവകാശി ചക്കിൽ ആട്ടിക്കൊണ്ടുവരുന്ന എണ്ണയാണ്, ശുദ്ധമായ എണ്ണയാണ് ഭഗവാന്റെ ആ പതഞ്ജന ശിലയിൽ അഭിഷേകം ചെയ്യുന്നത്. ഭഗവാന്റെ ആ പതഞ്ജന ശിലയിൽ അഭിഷേകം ചെയ്തു വരുന്ന ആ എണ്ണയ്ക്ക് ഔഷധമൂല്യം കൂടിയുണ്ട്. ആ എണ്ണ ഭക്തജനങ്ങൾക്ക് ചീട്ടാക്കിയാൽ കിട്ടുന്നതാണ്. ഭഗവാന്റെ പറയുന്നത് വെച്ചാൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന് ഈ എണ്ണ തേച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ വാതരോഗം മാറിയത് എന്നൊരു ഐതിഹ്യമുണ്ട്. അപ്പോൾ എണ്ണ അഭിഷേകം കഴിഞ്ഞ എണ്ണ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി നമുക്ക് കയ്യിലും കാലിലും ഒക്കെ പുരട്ടാവുന്നതാണ്. നമ്മുടെ അസുഖങ്ങളെല്ലാം മാറുന്നതാണ്. ആ എണ്ണ അഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാഗച്ചാർത്താണ്. ഭഗവാന്റെ ആ എണ്ണ മെഴുക്ക് മുഴുവൻ കഴുകിക്കളയുക, വാഗ അഭിഷേകം ചെയ്യുന്നു. ജലമൊഴിച്ച് അത് പതപ്പിച്ച് എല്ലാം വാർത്ത് കളയുന്നു. അതിനുശേഷം ഭഗവാന് ശംഖാഭിഷേകമാണ്.
ഗംഗ, യമുന, കാവേരി എന്നീ നദികളെ മുഴുവൻ കൊണ്ടുവന്ന് ആ ജലം, മണിക്കിണറിലെ ജലം മന്ത്രപൂരിതമാക്കിയിട്ട് ശംഖ് കൊണ്ട്, വലമ്പിരി ശംഖ് കൊണ്ടാണ് ഈ അഭിഷേകം നടത്തുന്നത്. ഈ ശംഖാഭിഷേകം കഴിഞ്ഞാൽ അവസാനം വേദമന്ത്രാദികളെ കൊണ്ടാണ് ഈ ശംഖാഭിഷേകം നടത്തുന്നത്. സപ്തശുദ്ധി അഭിഷേകം, ഋഗ്വേദ മന്ത്രങ്ങൾ, വേദാദികൾ എന്നിവ കൊണ്ടാണ്. ഈ സപ്തശുദ്ധി അഭിഷേകം നമുക്ക് ഷീട്ടാക്കാവുന്നതാണ്. 400 രൂപയാണ്. നമ്മുടെ എല്ലാ തരത്തിലുള്ള നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ഗൃഹങ്ങളിലും നമ്മുടെ കർമ്മമണ്ഡലങ്ങളിലുള്ള മാലിന്യങ്ങളെല്ലാം ഒഴുക്കിക്കളയുവാൻ പറ്റിയ ഒരു വഴിപാട് കൂടിയാണിത്. അത് കഴിഞ്ഞാൽ അവസാനം സ്വർണ്ണ കുംഭാഭിഷേകം നടത്തുന്നു. ഈ സ്വർണ്ണ കുംഭാഭിഷേകം നടത്തി കഴിഞ്ഞാൽ ഏകദേശം സമയം 3:35, 3:40 ആവും. ഭഗവാന്റെ തിരുനട അടയ്ക്കുകയും ഭഗവാന് മലർ നിവേദ്യത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു. ഭഗവാന് മലരെ, ഒരു വെള്ളിപ്പാത്രം നിറച്ച് മലരെ, 2 ചെമ്പ് കുട്ടകം നിറച്ച് മലരെ, ശർക്കര, കദളിപ്പഴം, നാളികേരപ്പൂള്, ത്രിമധുരം എന്നിവയാണ് ആ സമയത്ത് നിവേദിക്കുന്നത്. ആ മലർ നിവേദ്യം കഴിഞ്ഞാൽ ഭഗവാന് അലങ്കാരമാണ്. ഭഗവാനെ ചെറിയൊരു ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലാണ് അലങ്കരിക്കുന്നത്. ബാലഗോപാല രൂപമാണ്. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പലതരത്തിലുള്ള പട്ടുകളുണ്ടാവും. അതിലേതെങ്കിലും നിറത്തിലുള്ള ഒരു പട്ടുടുപ്പിച്ച് കയ്യിൽ ഓടക്കുഴലോ കദളിപ്പഴമോ വെണ്ണയോ കൊടുക്കുന്നു. തിരുമുടിമാല ചാർത്തുന്നു. സ്വർണ്ണ കിരീടം വയ്ക്കുന്നു. സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരിച്ച് നിൽക്കുന്ന ഒരു സച്ചിദാനന്ദക്കട്ടയെയാണ് നട തുറക്കുന്ന സമയത്ത് ഭക്തന്മാർക്കെല്ലാവർക്കും കാണാൻ പറ്റുക. ആ ഭക്തന്മാർക്ക് ആ സമയത്തുള്ളൊരു ദർശനം ആനന്ദത്തിൽ ആറാടാൻ പറ്റിയൊരു നിമിഷം കൂടിയാണ്. ആ ഭഗവാന്റെ ഐശ്വര്യം മുഴുവൻ നമ്മളിലേക്ക് നമുക്ക് ആവാഹിക്കാൻ പറ്റിയൊരു സമയമാണ്. അന്തരീക്ഷം മുഴുവൻ കാമേൻ ക്വയറ്റായിട്ടുള്ള സമയമാണ്. ഈ സമയത്ത് ബ്രഹ്മമുഹൂർത്തമാണ്. ഈ സമയത്ത് പ്രാർത്ഥനകളെല്ലാം 100 ഇരട്ടി ഗുണം ചെയ്യും എന്നാണ് പറയുന്നത്. ആ ബാലഗോപാല രൂപം കണ്ട് നമ്മുടെ എന്ത് കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് നേരെയാക്കി തരും. അത് നമ്മുടെ പ്രാബല്യത്തിൽ വരും. നമുക്ക് സന്തോഷമാണ്. ചെറിയ കുട്ടികൾക്ക് നമ്മൾ എന്തു കൊടുത്താലും എന്തു പറഞ്ഞാലും അത് ഉടനടി അവർ ചിരിച്ചുകൊണ്ട് നേരെയാക്കി തരും. നിഷ്കളങ്ക ഭാവമാണ്. അതുകൊണ്ട് ഈ സമയത്തുള്ള ബാലഗോപാല രൂപം 7 മണിയോടുകൂടി ഉണ്ടാവും. അതിനുള്ളിൽ വന്ന് ദർശിക്കേണ്ടതാണ്. അത് കഴിഞ്ഞാൽ ഭഗവാന് 4:30 മണിക്ക് ഉഷനിവേദ്യം. ഉഷനിവേദ്യത്തിനാണ് ഭഗവാന്റെ നെയ്പ്പായസം നിവേദിക്കുന്നത്. വെള്ള നിവേദ്യവും നെയ്പ്പായസവും കദളിപ്പഴവും വെണ്ണയും എല്ലാം ഉണ്ടാകും. ആ ഉഷനിവേദ്യം 4:30 മുതൽ 4:45 വരെയാണ്. അത് കഴിഞ്ഞാൽ സുഗമമായ ദർശനം 5:45 വരെ ഭക്തന്മാർക്കുണ്ടാകും. 5:45, 6 മണിയോടുകൂടി ഉഷപൂജയാണ്. ഈ ഉഷപൂജയ്ക്ക് എതിർത്ത് പൂജ എന്നും എതിരേറ്റു പൂജ എന്നും പറയും. സൂര്യഭഗവാൻ ആ ഉദിച്ചു വരുന്ന സമയം ആ സൂര്യഭഗവാനെ എതിരേൽക്കുക, എതിരേറ്റു പൂജ, അതും കൂടി പറയുന്നുണ്ട്. ഈ ഉഷപൂജ സമയത്താണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിലെ തിടപ്പള്ളിയിൽ ഗണപതി ഹോമം നടക്കുന്നത്. ആ ചടങ്ങ് മാത്രമേ ഉള്ളൂ. അതിഘോഷമായിട്ടുള്ളതൊന്നുമില്ല. നാളികേരം ശർക്കരയും മാത്രമേ ഉള്ളൂ. അത് ഭക്തജനങ്ങൾക്ക് ദർശിക്കാം. ആ സമയത്ത് വന്നാൽ ഉഷപൂജ കഴിഞ്ഞ് നട അടച്ച് 6:20 ഉഷപൂജ കഴിഞ്ഞ് നട തുറക്കും. ഉഷപൂജ കഴിഞ്ഞ് നട തുറന്നു കഴിഞ്ഞാൽ 10 മിനിറ്റ് ദർശനം. അത് കഴിഞ്ഞാൽ 6:30 മണി 6:45 ഭഗവാന്റെ ശിവേലിയായി. ഉഷശിവേലി 3 പ്രദക്ഷിണമുണ്ട്. ഭഗവാൻ മേൽശാന്തി ബലിക്കല്ലുകൾ തൂവാൻ ഇറങ്ങുമ്പോൾ അത് നേരിട്ട് കാണുവാൻ ഭഗവാൻ എഴുന്നള്ളുന്നു. പുറത്തേക്ക് എഴുന്നള്ളിക്കഴിഞ്ഞ് ഭഗവാൻ ആനപ്പുറത്ത് കയറുന്നു. 3 പ്രദക്ഷിണമുണ്ട്. 3 പ്രദക്ഷിണം കഴിഞ്ഞാൽ തിരിച്ച് ശ്രീകോവിലിനകത്തേക്ക് എഴുന്നള്ളുന്നു. പിന്നെ 7:45 ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാലഭിഷേകമായി, ഇളനീരഭിഷേകമായി, നവകാഭിഷേകം, പന്തീരടി പൂജ. ഈ പന്തീരടി പൂജ ഏകദേശം 8:45 കഴിഞ്ഞ് നട തുറക്കുന്നു. വീണ്ടും ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം 11:30 മണി വരെ ദർശനം നടത്താം. 11:30 മണിക്ക് ശ്രീ ഗുരുവായൂരപ്പൻ്റെ വിശേഷപ്പെട്ട ഉച്ചപൂജയാണ്. ഈ സമയത്ത് ഭഗവാന് പാൽപ്പായസം, ഇരട്ടിപ്പായസം, പാലടപ്പായസം, ത്രിമധുരം, വെള്ള നിവേദ്യം ഇത്യാദി നിവേദ്യ സാധനങ്ങളെല്ലാം ഉണ്ട്. ഭഗവാന്റെ വെള്ളി ഉരുളിയിൽ
കുറച്ച് കേട്ടോ, എരിശ്ശേരി, കായ വറുത്തത്, കാളൻ, പഴപ്രഥമൻ, തൃമധുരം, വെണ്ണ, പാല്, പഴം എന്നിവ കൂടിയിട്ടുള്ള അതിവിപുലമായ ഒരു ഭോജനമാണ് ഭഗവാന്. ഭഗവാൻ ഇതൊക്കെ കഴിച്ചാലും മതി വരില്ല എന്നാണ് പറഞ്ഞു കേൾക്കണത്. ഇതെല്ലാം സുഭിക്ഷമായി ഭഗവാൻ കഴിച്ചതിന് ശേഷം ഭഗവാന്റെ ഉച്ചപൂജ നിവേദ്യം 12 മണിയോടുകൂടി കഴിഞ്ഞ് പിന്നെ അലങ്കാരമാണ് ഭഗവാന്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ വിഗ്രഹത്തിൽ മേൽശാന്തി അലങ്കരിക്കുന്നു. ആ അലങ്കാരം പല ദിവസങ്ങളിലും പല തരത്തിലാവാം. മത്സ്യാവതാരമാവാം, കൂർമാവതാരമാവാം, വരാഹമാവാം, നരസിംഹമാവാം, ആലില കൃഷ്ണനാവാം, ഊഞ്ഞാലാടുന്ന കൃഷ്ണനാവാം എന്ന് വേണ്ട, ഭഗവാന്റെ ബാലലീലകളിൽപ്പെട്ടതും ദശാവതാരങ്ങളിൽപ്പെട്ട രൂപങ്ങളും എല്ലാമാണ് ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി ചാർത്തുന്നത്. ഈ അലങ്കാരം, ഉച്ചപൂജ അലങ്കാരം പിറ്റേ ദിവസം രാവിലെ നിർമാല്യം വരെ നമുക്ക് ദർശിക്കാവുന്നതാണ്. 12:30 നട തുറന്നു കഴിഞ്ഞാൽ 2:30 മണി വരെ സുഗമമായ ദർശനം നടത്താവുന്നതാണ്. പിന്നെ ഏതെങ്കിലും തരത്തിൽ വയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ആ ഹെൽപ്പ് ഡെസ്കിൽ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക സംവിധാനത്തിലൂടെ ഭഗവാനെ ദർശിക്കാം. സീനിയർ സിറ്റിസനാണെങ്കിൽ 4:30 മണി മുതൽ 7:30 മണി വരെ പ്രത്യേക ക്യൂ ഉണ്ട്, അതിൽ കൂടി ആവാം. ഇനി പെട്ടെന്ന് തൊഴുതു പോകണമെന്നുള്ളവർക്കാണെങ്കിൽ 1000 രൂപയുടെ നെയ്വിളക്ക് ചീട്ടാക്കി കഴിഞ്ഞാൽ അവർക്കും പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ സൗകര്യമാണ് ഗുരുവായൂർ ദേവസ്വം നോക്കുന്നത്. തൊഴാൻ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നല്ല ദർശനം കിട്ടണം എന്നാണ് ദേവസ്വത്തിൻ്റെ ഒരു തീരുമാനം. അതിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ദേവസ്വം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉച്ചപൂജ കഴിഞ്ഞ് 2:30 മണിയോടുകൂടി കഴിഞ്ഞ് നട അടയ്ക്കുന്നു. ഇതേ സമയത്ത് പുറത്ത് 10 മണിയോടുകൂടി ഭഗവാന്റെ അന്നദാനം, സുഭിക്ഷമായ അന്നദാനമാണ് അന്നദാനം ഹാളിൽ വെച്ച് കൊടുക്കുന്നത്. 3000, 4000, 5000 ആൾക്കാരോളം ഉണ്ടാവും. തിരക്കിനനുസരിച്ച് വരുന്ന ഒരുവിധം എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം കഴിക്കാവുന്നതാണ്. 3:30 മണിക്ക് വീണ്ടും ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കുന്നു. 4:30 ആദ്യം നട തുറന്നിരുന്നത്. ഇപ്പോൾ തിരക്ക് കണക്കിലെടുത്ത് 3:30 മണിക്ക് നട തുറക്കുന്നുണ്ട്. 3:30 മണിക്ക് ശിവേലി നട തുറന്ന ഉടനടി ശിവേലി 3:45 മുതൽ ഭക്തജനങ്ങൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. പിന്നെ 6:30 മണി, 6:15 സൂര്യൻ അസ്തമിക്കുന്ന സമയം കണക്കാക്കി ഭഗവാന്റെ ദീപാരാധന. അത് സൂര്യൻ ഉദിക്കുന്നത് 5:50, 6, 6:15, 6:30, 6:45 വരെ അങ്ങനെ നീണ്ടുപോകും കേട്ടോ. അത് ആ സമയത്തെ പ്രാദേശിക സമയത്തിനനുസരിച്ചിട്ടാണ് ദീപാരാധന. ദീപാരാധന കഴിഞ്ഞാൽ 7:15, 7:30 ഭഗവാന്റെ അത്താഴപൂജയായി. ഭഗവാന്റെ അത്താഴപൂജയ്ക്ക് വെള്ള നിവേദ്യം, പാൽപ്പായസം, അവില്, അപ്പം, അട, വെറ്റില, അടയ്ക്ക, കദളിപ്പഴം, വെണ്ണ എന്നിവ എല്ലാം ഉണ്ടാവും. അങ്ങനെ അതിഗംഭീരമായിട്ട് ഭഗവാൻ അത്താഴപൂജയും നടത്തണം. ഈ അത്താഴപൂജ സമയത്ത് വെറ്റില, അടയ്ക്ക സമർപ്പിക്കുക എന്ന് പറയുന്ന ചെറിയൊരു ചടങ്ങുണ്ട്. നമ്മളുടെ കാര്യസാധിക്കാണ്, സർവാഭിഷ്ട സിദ്ധിക്കാണ്, മംഗല്യം നടക്കുവാനും കൂടി ഉള്ള ഒരു വഴിപാടാണിത്. അപ്പോൾ അങ്ങനെ മംഗല്യം നടക്കാതിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറ്റില, അടയ്ക്ക ഒരു 41 ദിവസം ഭഗവാന് സമർപ്പിക്കുന്നത് നല്ലതാണ്. എന്നും നമുക്ക് വന്ന് സമർപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അഡ്വാൻസ് കൗണ്ടറിൽ 1 പോയിട്ട് നമുക്ക് 41 ദിവസത്തേക്ക് വെറ്റില, അടയ്ക്ക ചീട്ടാക്കാവുന്നതാണ്. വെറ്റില അടയ്ക്കയ്ക്ക് 2 രൂപയാണ് ഒരു ദിവസത്തിന് വരുന്നത്. അങ്ങനെ 82 രൂപ ചീട്ടാക്കി കഴിഞ്ഞാൽ 41 ദിവസം വെറ്റില അടയ്ക്ക നിവേദ്യം നടത്തും. അത് നടത്തി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് നടക്കും, മംഗല്യം നടക്കും എന്നൊക്കെ പൂർവികർ പറയുന്നുണ്ട്. പല ആൾക്കാരും അതിന് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയാറുണ്ട്. അത്താഴപൂജ കഴിഞ്ഞ് നട തുറന്നാൽ 8 മണിയോടുകൂടി നട തുറന്നാൽ 8:30 മണി, തിരക്കുണ്ടെങ്കിൽ 9 മണി, 9:15 ഭഗവാന്റെ അത്താഴ ശിവേലിയായി. അത്താഴ ശിവേലി കഴിഞ്ഞ് 3 പ്രദക്ഷിണം കഴിഞ്ഞ് ഭഗവാന്റെ ചുറ്റുവിളക്ക്, ഭഗവാന്റെ ചുറ്റുള്ള വിളക്കുകളെല്ലാം കത്തിക്കും. ഭഗവാൻ എഴുന്നള്ളിപ്പാണ്. പിന്നെ 3 ആന ഉണ്ടാവും. വെൺകൊറ്റക്കുട, ആലവട്ടം, വെഞ്ചാമരം വീശി ഭഗവാനെ രാജകീയമായ പ്രൗഢിയോട് കൂടിയിട്ടുള്ള ഒരു എഴുന്നള്ളിപ്പാണ്. ആ സമയത്ത് ആ എഴുന്നള്ളിപ്പ് കാണുന്നത് അത്യുത്തമമാണ്. നമുക്ക് എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഒരു ദർശനം കൊണ്ട്
ഭഗവാൻ അതെല്ലാം നേരെ തരും. ഒരു പ്രത്യേക ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പറയുമ്പോൾ ഒരു പ്രത്യേക വൈബ്, പ്രത്യേക എനർജി ഒക്കെ ഉണ്ടാവും നമുക്ക് ആ സമയത്ത്. അതുകൊണ്ട് എല്ലാവരും വൈകുന്നേരം വരുന്ന സമയങ്ങളിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ ചുറ്റുവിളക്ക് ദർശിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ചുറ്റുവിളക്ക് കഴിഞ്ഞ് ഭഗവാൻ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭഗവാന് നടക്കുന്ന ചടങ്ങാണ് തൃപ്പുക എന്ന് പറയുന്ന ചടങ്ങ്. ഏകദേശം 10 മണിയാവും ഇതിന്. തൃപ്പുക കഴിഞ്ഞ് ഒരു നെയ്യ് പ്രസാദം നമുക്ക് തരും. ആ നെയ്യിനും ഉണ്ട് പ്രാധാന്യം. ഒരു ദിവസം ഭഗവാനുള്ള 5 പൂജകളിലും ഈ കുടിവിളക്കിൽ വെച്ച് കത്തിക്കുന്ന നെയ്യ്, ഭഗവാനുള്ള എല്ലാ മന്ത്രങ്ങളും ആ നെയ്യിൽ അടങ്ങിയിട്ടുണ്ടാവും. ആ നെയ്യാണ് തൃപ്പുക കഴിഞ്ഞതിന് ശേഷം ഭക്തന്മാർക്കായിട്ട് പുറത്തേക്ക് തരുന്നത്. ഈ നെയ്യ് സേവിക്കുന്നത് അത്യുത്തമമാണ്. എല്ലാ തരത്തിലുള്ള ദോഷങ്ങൾക്കും ഒരു മരുന്ന് എന്നാണ്. നല്ല തരത്തിലുള്ള ബുദ്ധി വികാസം ഉണ്ടാവാനും കുട്ടികൾക്കെല്ലാം പഠിപ്പുണ്ടാവാനും എല്ലാം ഈ നെയ്യ് സേവിക്കുന്നത് അത്യുത്തമമാണ്. ഈ നെയ്യ് ഈ സമയത്ത് വരുന്ന ഭക്തന്മാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ഇത് ചീട്ടാക്കാനോ കൊണ്ടുപോകുവാനോ ഒന്നും പറ്റില്ല. ആ സമയത്ത് വരുന്ന ഭക്തന്മാർക്കെല്ലാം സേവിക്കാം. അങ്ങനെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ തിരുനട അടയ്ക്കുകയും ചെയ്യുന്നു. എല്ലാ ഭക്തന്മാരും പ്രാർത്ഥനയോടുകൂടി സാഷ്ടാംഗം നമസ്കരിച്ച് ഭഗവാനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എല്ലാ കാര്യങ്ങളും നേരെയാക്കി തരും. ഇതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഇടത്തരികത്ത് കാവിലമ്മയ്ക്ക് അഴൽ നിവേദ്യം നടത്തുന്നത് ഉത്തമമാണ്. നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളുമെല്ലാം തീരുന്നതാണ്. അഴൽ നിവേദ്യം നമ്മൾ ദർശിക്കുക. അതിൻ്റെ ഒരു കരിപ്രസാദമാണ്. ആ കരിപ്രസാദം തൊടുക. അവിടെയും സാഷ്ടാംഗം നമസ്കരിച്ച് തിരിച്ചു വരിക. അപ്പോഴേക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണനാട്ടം കളി ആ വടക്ക് വശത്ത് തുടങ്ങിയിട്ടുണ്ടാകും. കൃഷ്ണനാട്ടം കളി ഭഗവാന്റെ 8 കഥകളാണ്. ഓരോ കഥകൾക്കും ഓരോ ഫലങ്ങളാണുള്ളത്. അവതാരം, കാളിയമർദ്ദനം, രാസക്രീഡ, കംസവധം, വിവിധവധം, ബാണയുദ്ധം, സ്വർഗാരോഹണം എന്നീ കഥകളാണ്. ഭഗവാന്റെ കഥകളെല്ലാം അതിൽ വിശദമായിട്ട് കാണിക്കും. അത് നമ്മളെ ഓരോ കഥയ്ക്കും ഓരോ ഫലങ്ങളുണ്ട്. നമ്മളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും ഓരോ തരത്തിലുള്ള കൃഷ്ണനാട്ടം കളി ചീട്ടാക്കി കഴിഞ്ഞാൽ വന്ന് ആ കളി കാണുക, പ്രസാദം മേടിക്കുക എല്ലാം ചെയ്യേണ്ടതാണ്. അങ്ങനെയാണ് ഒരു ദിവസത്തെ ഗുരുവായൂരപ്പൻ്റെ പൂജാക്രമങ്ങളും സംവിധാനങ്ങളും എല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മുഴുവൻ ചിട്ടപ്പെടുത്തിയത് ആദിശങ്കരാചാര്യരാണ്. കാലങ്ങളോളം പഴക്കമുണ്ട് ഈ ചിട്ടകൾക്ക്. ഈ ചിട്ടകൾക്കൊന്നും ഇന്നും ഒരു വ്യത്യാസവും വരുത്താതെ നടക്കുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമാണ് ഇങ്ങനെ ചിട്ടകൾക്ക് വ്യത്യാസം വരാതെ നടക്കുന്നത് എന്ന് തോന്നുന്നു. അങ്ങനെയാണ്, അതിനൊന്നൊരു വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഒരു ദിവസത്തെ ഭജനം എന്ന കണക്കിൽ ഗുരുവായൂരപ്പനെ വന്ന് നിർമാല്യം മുതൽ തൃപ്പുക വരെ വന്ന് തൊഴുക, ഭഗവാന്റെ പ്രസാദങ്ങൾ കഴിക്കുക, ഭഗവാന്റെ അടുത്തിരിക്കുക, പ്രാർത്ഥിക്കുക. തൊഴുത് കഴിഞ്ഞ് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും, ഉറപ്പാണ്. എല്ലാവരും പ്രാർത്ഥിച്ച് ഒരു ദിവസം ഭജനത്തിന് വരിക, ഈ പൂജകളിലെല്ലാം പങ്കെടുക്കുക. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ നാരായണ നാരായണ.